നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സൌമ്യ. പ്രധാന വാർത്തകൾ. കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലകളിൽ നെൽവയൽ തണ്ണീർത്തട നിയമം ലംഘിച്ച് വയൽ നികത്തൽ വ്യാപകം. ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ റവന്യൂ. കാരണം കൈക്കൂലിയെന്ന് ആരോപണം. ഒരു പ്രത്യേക സമൂഹത്തെ സൃഷ്ടിക്കുക എന്നതാണ് സ്വകാര്യ സ്കൂളുകളുടെ അജണ്ട. അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് സമൂഹത്തിലുണ്ടാക്കുകയെന്ന് രാമങ്കരി LC സെക്രട്ടറി R. രാജേന്ദ്രകുമാർ. വെളിയനാട് കൃഷ്ണപുരം പാലത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ശ്രമിച്ച് KC ജോസഫ് സ്വയം അപഹാസ്യനായെന്ന് അക്ഷര ക്ലബ്ബ്. വാർത്തകൾ വിശദമായി. കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലകളിൽ നെൽവയലുകളും തണ്ണീർത്തടങ്ങളും നികത്തുന്നത് വ്യാപകമാകുന്നു. റിസോർട്ടിനും വാണിജ്യാവശ്യങ്ങൾക്കും വേണ്ടിയാണ് ഭൂരിഭാഗം നിലനികത്തും നടക്കുന്നത്. ഭൂമിയില്ലാത്തവർക്ക് വീട് വെക്കാൻ 10 സെന്റ് നികത്താൻ നിയമം അനുവദിക്കുന്നതിന്റെ പിൻബലത്തിലാണ് വ്യാപക നിലനികത്തൽ. റവന്യൂ അധികാരികളുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടെയാണ് നെൽവയൽ തണ്ണീർത്തട നിയമം പരസ്യമായി ലംഘിക്കപ്പെടുന്നത്. എടത്വ ഭാഗത്ത് ഏക്കർ കണക്കിന് വയലുകളാണ് ഇത്തരത്തിൽ ദിവസേന നികത്തുഭൂമിയാകുന്നത്. എടത്വ 2ാം വാർഡിൽ ചുങ്കമ്പാടത്ത് കൃഷി നടന്നു വന്നിരുന്ന ഒരേക്കർ നിലം നികത്തി റിസോർട്ടും ഇഷ്ടികക്കളവും നിർമ്മിച്ചതായി ആരോപണമുണ്ട്. ഏക്കർ കണക്കിന് പുരയിടമുള്ള വ്യക്തി കഴിഞ്ഞ ദിവസം എടത്വ വൈപ്പിശ്ശേരി പാടശേഖരത്തിൽ നിലം നികത്തിയിരുന്നു. വീട് വെക്കാനെന്ന വ്യാജേന ആദ്യം 10 സെന്റ് നികത്തുകയും പിന്നീട് രഹസ്യമായി കൂടുതൽ നിലം നികത്തുന്നതിനുമാണ് എതിർത്തതെന്ന് KSKTU CPM പ്രവർത്തകർ പറഞ്ഞു. ഈ അടുത്ത സമയത്ത് തന്നെ ആറ്റിത്തറ സോമൻ അദ്ദേഹത്തിന് ഭാര്യയുടെ ഓഹരിയായി കിട്ടിയ വീടും സ്ഥലവുമുണ്ട്. അദ്ദേഹം സ്വന്തമായി വെച്ച വീടും സ്ഥലവുമുണ്ട്. ഏകദേശം 10-16 ഏക്കറുകളും നെൽഭൂമികളും 2 ഏക്കറുകളും വരുന്ന കരഭൂമിയുണ്ട്. 4 മുറി കടയുണ്ട്. ഇദ്ദേഹം നികത്തിന് വേണ്ടി വില്ലേജ് ഓഫീസർ ഈ വില്ലേജിലും ഈ ജില്ലയിലും ഇദ്ദേഹത്തിന്റെ മകന് ഓഹരി കിട്ടാനോ വീട് വെക്കാൻ യോഗ്യമായ ഭൂമിയില്ലെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുക. ആ വില്ലേജ് ഓഫീസർ എങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കണ? ഈ നിയമത്തെ ആ പുല്ല് വില പോലും കൽപ്പിക്കാത്ത വില്ലേജ് ഓഫീസർക്കെതിരായി എന്ത് നിലപാട് ഈ അധികാരികൾക്ക് എടുത്തിട്ടുണ്ട്? ഒരു നിലപാടും സ്വീകരിക്കാൻ അധികാരികൾ തയ്യാറാകുന്നില്ല. യൂണിയൻ സമരം നടത്തി ബന്ധപ്പെട്ട താലൂക്ക് ഓഫീസർക്ക് പരാതി എഴുതി കൊടുത്തു. കളക്ടർക്ക് പരാതി സമർപ്പിക്കുന്നു. ഇതിന്മേലൊരു നിലപാട് സ്വീകരിക്കാനുള്ള തയ്യാറാകുന്നില്ല. CPMന്റെ ഒരു കാലഘട്ടത്തിൽ അടുത്ത മിത്രമായിരുന്നു. ഞങ്ങൾ പഞ്ചായത്ത് മെമ്പറാക്കിയ ആളാണ്. പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെയാണ് എടത്വ പഞ്ചായത്തിൽ 14 പഞ്ചായത്ത് മെമ്പർമാരുള്ളപ്പോൾ 4 CPM, 4 UDFും 10 CPM മെമ്പർമാരുണ്ട്, LDF മെമ്പർമാരുണ്ട്. ആ സന്ദർഭത്തിൽ UDFന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്. അദ്ദേഹത്തിനോട് ആ ശത്രുതയൊന്നും CPM പുലർത്തിയിട്ടില്ല. അദ്ദേഹം വന്നപ്പോൾ വളരെ മാന്യമായി പറഞ്ഞു, ഈ സാഹചര്യത്തിൽ നിങ്ങളിവിടെ നികത്തിയാൽ വേറെ ഒരാളിന്റെ നികത്ത് തടയാനോ നികത്തരുതെന്ന് പറയാനോ CPMനും കർഷക തൊഴിലാളി യൂണിയനും ഒരു അവകാശമില്ലാതെ വരും. അതുകൊണ്ട് പാർട്ടിയോട് താൽപര്യവും സ്നേഹവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഉദ്യമനത്തിൽ നിന്നും പിന്മാറണം. അദ്ദേഹം ആ വൈപ്പിശ്ശേരി പാടശേഖരത്തിന്റെ റോഡിന് വടക്ക് ഭാഗം കുറെ നികത്തി. അത് തടഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥലത്തിൽ 30 സെന്റോളം വരുന്ന സ്ഥലം മകന്റെ പേരിൽ എഴുതി കൊടുത്തു. പാടശേഖരം തെക്കോശം ഭംഗിയായി കൃഷി നടക്കുന്ന 2 കൃഷി നടക്കുന്ന പാടശേഖരം. ആ പാടശേഖരത്തിലേക്ക് മണ്ണടിക്കുന്ന സന്ദർഭത്തിൽ കർഷക തൊഴിലാളി പ്രസ്ഥാനവും CPMും ചേർന്ന് അവിടെ ഒരു കൊടി നാട്ടി. ഇനി സോമ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞു. അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി ഒരു വിധി സമ്പാദിച്ചു. ആ വിധി സമ്പാദിച്ചത് DYSPയും SIയും അതുപോലെ CPMന്റെ ഏരിയ സെക്രട്ടറി അടക്കം പ്രതിയായി ചേർത്തുകൊണ്ടൊരു വിധി. എന്നിട്ട് പോലീസ് പ്രൊട്ടക്ഷൻ. ഈ കഴിഞ്ഞ മാസം 31-ാം തീയതി വരെ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി നികത്തുന്നതിനുള്ള അനുവാദം കോടതിയിൽ നിന്ന് സമ്പാദിച്ചു. ഈ കോടതിയിലേക്ക് ഇങ്ങനെ കള്ള റിപ്പോർട്ട് കൊടുത്തെങ്കിലല്ലേ വില്ലേജ് ഓഫീസർ അടക്കം കള്ള റിപ്പോർട്ട് കൊടുത്തെങ്കിൽ, കൃഷി ഓഫീസർ അടക്കം കള്ള റിപ്പോർട്ട് കൊടുത്തെങ്കിൽ മാത്രമല്ലേ നികത്താൻ പറ്റൂ. കണ്ണാടി കൊറത്തറയിൽ തണ്ണീർത്തട നിയമം കാറ്റിൽ പറത്തി റിസോർട്ട് നിർമ്മാണം പുരോഗമിക്കുമ്പോഴും റവന്യൂ ഉദ്യോഗസ്ഥർ ഇതൊന്നും കണ്ട ഭാവമില്ല. വിയപുരം, കാരിച്ചാൽ, എടത്വ, തായങ്കരി ഭാഗങ്ങളിലും വൻതോതിൽ വയലുകൾ നികത്തുന്നുണ്ട്.
നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിച്ചു നികത്തിയ വയലുകൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ കോടതി നൽകിയ ഉത്തരവ് പോലും പാലിക്കപ്പെടുന്നില്ല. റവന്യൂ ഉദ്യോഗസ്ഥർക്കുമേലുള്ള ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദവും കൈക്കൂലിയുമാണ് നികത്തിയ നിലം പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റുവാനുള്ള കോടതി വിധി പോലും അട്ടിമറിക്കുന്നത്. പ്രവേശനോത്സവം നടത്താനും ശതാബ്ദി ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനും ശ്രദ്ധിക്കുന്നവർ സർക്കാർ സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് രാമങ്കരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ രാജേന്ദ്രകുമാർ. രാമങ്കരി ഗവൺമെന്റ് LP സ്കൂളിൽ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ സ്കൂളുകളിലേക്ക് കുട്ടികളെ എത്തിക്കുവാൻ CPM പ്രവർത്തകരാണ് വീട് വീടാന്തരം കയറിയിറങ്ങിയത്. ഒരു പ്രത്യേക സമൂഹത്തെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്വകാര്യ സ്കൂളുകൾ പ്രവർത്തിക്കുന്നത്. ഇത് സമൂഹത്തെ അപകടകരമായ അവസ്ഥയിലേക്കാണ് എത്തിക്കുകയെന്നും ആർ രാജേന്ദ്രകുമാർ പറഞ്ഞു. രാമങ്കരി ഗവൺമെന്റ് LP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം KCV വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാമങ്കരി ഗവൺമെന്റ് LPSൽ 100ാം വാർഷികം ആചരിക്കും. ഒരു വർഷം നീണ്ടിരിക്കുന്ന ആഘോഷ പരിപാടികളാണ് സ്കൂൾ അധികൃതരും സ്വാഗത സംഘവും പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ അവിടെ കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. 1ാം ക്ലാസ്സിൽ ഇത്തവണ കുട്ടികളില്ലാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. CPM ഇടപെട്ട് CPM അനുഭാവികളായിട്ടുള്ള ആളുകളുടെ വീടുകളിൽ പോയി ചേർക്കാനുള്ള കുട്ടികളെ കണ്ടെത്തി ഏതാണ്ട് 9ഓളം കുട്ടികളെ ഇപ്പോൾ 1ാം ക്ലാസ്സിലോട് എത്തിച്ചു. LKGയിൽ ഒരു 4 ആളുകളെ എത്തിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചു. ഒരു 15 പേരെയെങ്കിലും 1ാം ക്ലാസ്സിൽ എത്തിക്കുക എന്ന ഒരു കർമ്മ പരിപാടിയാണ് ഇത്തവണ ഏറ്റെടുത്തത്. ആഘോഷം നടത്താൻ നിരവധി ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. പക്ഷെ ആഘോഷത്തിന് ശേഷം അവരെല്ലാം സ്കൂളിനെ മറന്നുപോകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതേ അനുഭവം ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് മാമ്പഴഗിരി ഫാദർ ഫിലിപ്പോസ് മെമ്മോറിയൽ LP സ്കൂളിലുണ്ടായി. അവിടെ ഒരു വർഷം നീണ്ടിരിക്കുന്ന വലിയ ആഘോഷ പരിപാടികൾ, റാലി, കലാപരിപാടി എല്ലാം നടത്തി. പക്ഷെ ഒറ്റ കുട്ടികളെ 1ാം ക്ലാസ്സിൽ ചേർക്കാൻ ആ വർഷം കഴിഞ്ഞില്ല. അതും ഞങ്ങൾ തന്നെ ഇടപെട്ട് 9ഓളം കുട്ടികളെ ആ വർഷം 1ാം ക്ലാസ്സിൽ ചേർത്തു. പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന സമീപനം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ, ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്നതിലും പക്ഷേ എല്ലാവരുടെയും നയം വ്യത്യസ്തമാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളെ തകർത്തുകൊണ്ട് അൺഎയ്ഡഡ് സ്കൂളുകൾ ആരംഭിച്ച് ഒരു പ്രത്യേക സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ ശ്രമം നടത്തുന്നു. വെളിയനാട് കൃഷ്ണപുരം പാലം യാഥാർത്ഥ്യമാകുമെന്ന് വന്നപ്പോൾ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ശ്രമിച്ച് സ്വയം അപഹാസ്യനാവുകയാണ് കാവാലം ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് മെമ്പർ KC ജോസഫ് എന്ന് അക്ഷര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് VA ജോ. 2013 ഓണാഘോഷത്തോടനുബന്ധിച്ച് വടക്കൻ വെളിയനാടിന്റെ അടിസ്ഥാന വികസനം, പ്രതീക്ഷകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ അക്ഷര ക്ലബ്ബ് സിംപോസിയം സംഘടിപ്പിച്ചിരുന്നു. ക്ലബിന്റെ നേതൃത്വത്തിൽ പാലം പണി ആവശ്യപ്പെട്ടുകൊണ്ട് ഉദ്ഘാടകനായ ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് ഭാരവാഹികൾ നിവേദനം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1 മാസത്തിനകം പാലം പണിക്ക് ആവശ്യമായ പ്രാഥമിക നടപടികൾ ആരംഭിക്കുമെന്ന് കളക്ടർ ഉറപ്പു നൽകി. തുടർന്ന് മണ്ണ് പരിശോധനയ്ക്കായി 13 ലക്ഷത്തിൽ പരം രൂപ അനുവദിക്കുകയും ചെയ്തു. ഇത് സാധിക്കാൻ കഴിഞ്ഞത് ക്ലബിലെ മുഴുവൻ അംഗങ്ങളുടെയും ശ്രമഫലമാണെന്നിരിക്കെ ആദ്യഘട്ടത്തിൽ പാലം പണിയെ തുറന്നെതിർക്കുക പോലും ചെയ്ത മെമ്പർ KC ജോസഫ് ഇപ്പോൾ ഉന്നയിക്കുന്ന അവകാശവാദം അടിസ്ഥാനരഹിതമാണ്. ഇദ്ദേഹത്തിന്റെ കപട രാഷ്ട്രീയം അവസാനിപ്പിച്ചില്ലെങ്കിൽ ജ്യേഷ്ഠനും മുൻ MLAയുമായ KCയുടെ അവസ്ഥയാകും മെമ്പർക്കുമെന്നും ജോബ് ഓർമ്മപ്പെടുത്തി. വടക്കൻ വെളിയനാട് കൃഷ്ണപുരം പാലവുമായി ബന്ധപ്പെട്ട് KCV ന്യൂസ് റിപ്പോർട്ട് ചെയ്ത വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. KCV കഴിഞ്ഞ ദിവസം വന്ന വടക്കൻ വെളിയനാട് കൃഷ്ണപുരം പാലവുമായി ബന്ധപ്പെട്ട് വടക്കൻ വെളിയനാട് വാർഡ് മെമ്പർ കൂടിയായ KC ജോസഫിന്റെ പ്രസ്താവന തീർത്തും തെറ്റാണ്. കഴിഞ്ഞ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് വടക്കൻ വെളിയനാടിന്റെ അടിസ്ഥാന വികസനം, വെല്ലുവിളികളും പ്രതീക്ഷകളും എന്ന വിഷയത്തെ ആസ്പദമാക്കി ആലപ്പുഴ ജില്ലാ കളക്ടറെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിച്ച ഒരു സിംപോസിയത്തിൽ അന്ന് അദ്ദേഹത്തിന് 5 മെമ്മോറാണ്ടം ക്ലബിന്റെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഞാൻ അദ്ദേഹത്തിന് നൽകുകയും അദ്ദേഹം ആ പദ്ധതികൾ അദ്ദേഹം മനസ്സിലാക്കുകയും അതിൽ ഫസ്റ്റ് പ്രയോറിറ്റി പാലം ആണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം 1 മാസത്തിനുള്ളിൽ പാലം പണിയുടെ പ്രാഥമിക പരിപാടികൾ തുടക്കും എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 28 ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ ക്ലബിന്റെ ബോർഡ് മെമ്പർ കൂടിയായ വെളിയനാട് മാത്തച്ചൻ അവരുകളെ അദ്ദേഹം വിളിച്ചു വരുത്തി ഓർഡറിന്റെ മണ്ണ് പരിശോധനയ്ക്കുള്ള ഓർഡറിന്റെ കോപ്പി 13,40,000 രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഓർഡറിന്റെ കോപ്പി അദ്ദേഹം വെളിയനാട് മാത്തച്ചനെ ഏൽപ്പിക്കുകയുണ്ടായി. സത്യം ഇതായിരിക്കെ അന്ന് സിംപോസിയത്തിൽ തന്നെ
വാർഡ് മെമ്പർ അവിടെ സംസാരിച്ചപ്പോൾ പോലും പാലം നിർമ്മിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തെക്കുറിച്ചോ അദ്ദേഹം ഒരിക്കലും അവിടെ സംസാരിച്ചിട്ടില്ല. കാരണം ആ പാലം പണിയെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള ഒരു ശ്രമമാണ് അന്നും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ സത്യം ഇതായിരിക്കെ പാലം പണി യാഥാർത്ഥ്യമാകും എന്ന് ബോധ്യം വന്നപ്പോൾ ഇപ്പോൾ അദ്ദേഹം അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തെ വെറും പരിഹാസ്യനായി മാത്രം മാറ്റുകയുള്ളൂ. അദ്ദേഹത്തിന്റെ ഈ കപട രാഷ്ട്രീയം അവസാനിപ്പിച്ചില്ലെങ്കിൽ ജ്യേഷ്ഠനെ പോണക്ക് അനിയനും രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ട കാലം ഉണ്ടാകും. സ്കൂളിലേക്ക് പോയ വിദ്യാർത്ഥിയെ കാണാനില്ലെന്ന് പരാതി. ചമ്പക്കുളം ബിഷപ്പ് കുര്യാളശ്ശേരി പബ്ലിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആൽബർട്ട് തോമസ് എന്ന അച്ചുവിനെയാണ് ചൊവ്വാഴ്ച രാവിലെ മുതൽ കാണാതായത്. രാവിലെ സ്കൂളിൽ പോകുവാൻ വീട്ടിൽ നിന്ന് സൈക്കിളിൽ പോയ കുട്ടി സ്കൂളിൽ എത്തിച്ചേർന്നിരുന്നില്ല. ബുക്ക് വാങ്ങണമെന്നാവശ്യപ്പെട്ട് മാതാവായ ലിസമ്മയുടെ കയ്യിൽ നിന്നും പണവും വാങ്ങിയിരുന്നു. അതേസമയം സ്കൂളിൽ കുട്ടി എത്താത്തതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടപ്പോഴാണ് കുട്ടിയെ കാണാനില്ലെന്ന വിവരം വീട്ടുകാർ അറിഞ്ഞത്. തുടർന്ന് നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് നടത്തിയ അന്വേഷണത്തിൽ ചമ്പക്കുളം കൊണ്ടാക്കൽ പള്ളിക്ക് സമീപത്തെ പൊന്തക്കാടിനോട് ചേർന്ന് ആൽബർട്ട് തോമസിന്റെ സൈക്കിളും ബുക്കുകളും ലഭിച്ചു. തോമസ് എം ജെയുടെയും ലിസമ്മയുടെയും മൂത്ത മകനാണ് ആൽബർട്ട്. പുളുങ്ങുന്ന് നെടുമുടി പോലീസ് സ്റ്റേഷനുകളിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചു. പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. എസ്എഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. EMS സ്റ്റേഡിയത്തിൽ നിന്നും മാർച്ച് ആരംഭിച്ചു. DDE ഓഫീസിന് മുന്നിലെത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ എസ്എഫ്ഐ ജില്ലാ സെക്രട്ടറി ആർ രാഹുൽ ഉദ്ഘാടനം ചെയ്തു. ആ പൊതുവിദ്യാലയങ്ങളുടെ തകർച്ചയിലേക്ക് നയിക്കുന്ന UDF സർക്കാരിന്റെ നിലപാടുകൾക്കെതിരായാണ് നമ്മൾ സമരം ചെയ്യുന്നത്. ഇവിടെ ഇന്നിങ്ങനെ ഒരു സമരം സംഘടിപ്പിച്ചത് വളരെ പെട്ടെന്നാണ്. വളരെ കുറച്ച് വിദ്യാർത്ഥികൾ മാത്രം അണിനിരത്തി വളരെ പെട്ടെന്ന് സംഘടിപ്പിച്ച സമരമാണ്. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ അവസ്ഥ നമുക്കറിയാം. കഴിഞ്ഞ കുറച്ചു നാളുകളായി നമ്മളെല്ലാവരും നിരന്തരമായി സമരരംഗത്താണ്. കേരളത്തിൽ LDF ഗവൺമെന്റ് 2006 മുതൽ 2011 വരെ കേരളം ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ ലോകത്തിന് തന്നെ മാതൃകയായ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പൊതുവിദ്യാലയങ്ങളുള്ള സംസ്ഥാനമായിരുന്നു കേരളമെങ്കിൽ ഇന്ന് UDF ഗവൺമെന്റ് അധികാരത്തിലേറി 3 വർഷം പിന്നിടുമ്പോൾ ഇവിടെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയാകെ നാണം കെട്ട തരത്തിലേക്ക് മാറിയിരിക്കുന്നു. കേരളത്തിന്റെ പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളില്ലാത്ത സ്ഥിതി, കേരളത്തിന്റെ പൊതുവിദ്യാലയങ്ങളെ എങ്ങനെയെങ്കിലുമൊക്കെ തകർത്ത് കളയാമെന്ന ബോധപൂർവമായ നീക്കം ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എസ്എഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ദിനൂപ് വേണു, മിഥുൻ ഷാ, അരുൺ ചന്ദ്രൻ, എസ് ബിനു തുടങ്ങിയവർ സംസാരിച്ചു. പ്രൊഫഷണൽ ITI വിദ്യാഭ്യാസ മേഖലയിലെ ഫീസ് വർധനവ് ഉപേക്ഷിക്കുക, സർവകലാശാല വൈസ് ചാൻസലർ പദവിയുടെ മൂല്യം കാത്തുസൂക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് സമരം നടത്തിയത്. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും ഗ്രീൻ കമ്മ്യൂണിറ്റി സ്ഥാപകനുമായ ആൻഡപ്പൻ അമ്പിയാത്തിന്റെ 1ാം ചരമവാർഷികം നടന്നു. എടത്വ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗം മുൻ കൃഷിവകുപ്പ് മന്ത്രിയും MLAയുമായ മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. എന്താണ് പ്രകൃതി, അതിന്റെ പ്രത്യേകത എന്താണെന്നുള്ളതിനെ കുറിച്ചല്ല ഇപ്പോഴും ലോകത്ത് ഒരുപാട് നടക്കേണ്ടത്. പ്രകൃതിയാണോ വലുത് അതോ മനുഷ്യനാണോ വലുത് എന്നുള്ള ചിന്തയുണ്ട്. അതുകൊണ്ടാണ് ആറോളം വലുതാവോ വേണോ വേണ്ടേ എന്നൊക്കെ പ്രശ്നം വരുന്നത്. ഈ മനുഷ്യനാണ് എല്ലാത്തിന്റെയും അധികാരി എന്നൊരു തെറ്റായ ചിന്ത എപ്പോഴും ആധുനിക കാലത്ത് മനുഷ്യനുണ്ടായതാണ്. അത് തിരുത്താൻ ശ്രമിച്ചവരെല്ലാം ഇരുത്താൻ ശ്രമിച്ചവരാണ് ഭരണാധികാരികൾ വെട്ടിയെടുക്കുന്നത്. അതായത് നമ്മളാണ് വലുത്, നമുക്കുള്ളതാണ് ഈ ലോകം, അല്ലാതെ ഈ ലോകത്തിലുള്ളവരല്ല നമ്മൾ എന്നൊരു ചിന്ത മനുഷ്യനുണ്ടായിരുന്നു. ഇന്നിപ്പം ഒരു പ്രസ്താവന ഞാൻ വാർത്ത കേട്ടിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് പോലും പ്രകൃതി വേണമെന്ന് തോന്നുന്നു. അദ്ദേഹം ഊർജോത്പാദനത്തിൽ നിന്ന് കൽക്കരിയെ കഴിയാവുന്നത്ര ഒഴിവാക്കാൻ, അത് സൃഷ്ടിക്കുന്ന അന്തരീക്ഷ മലിനീകരണത്തെ തടയാൻ മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചു. പക്ഷെ അമേരിക്കയിലുള്ള ബഹുഭൂരിപക്ഷ വ്യവസായികളും അതിനെ എതിർത്തിട്ടുണ്ട്. പക്ഷെ ഐക്യരാഷ്ട്രസഭ ഇന്നതിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒരു ധാരണ ഈ ലോകം നമുക്കുള്ളതാണ്. അങ്ങനെയാണ് കൊച്ചുങ്ങളെ പഠിപ്പിക്കുന്നത്, ഈ ലോകം നമുക്കുള്ളതാണ്. എന്നാൽ ഈ ലോകത്തിലുള്ള ഒരു ചെറിയ ജീവിയാണ് മനുഷ്യൻ. ലോകമാണ് വലുത്, നമ്മൾ ലോകത്തിലുള്ളത്. ആൻഡർസൺ അതറിയാൻ കഴിയും. ആൻഡർസൺ ലോകത്ത് അതറിയാൻ കഴിയും. ഇപ്പോഴും അത് അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേരുണ്ടെന്നുള്ളത്
നമ്മുടെ മുമ്പിലേക്ക് വെല്ലുവിളിക്കുന്നത്. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ പരിസ്ഥിതിക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ചെറുപ്പക്കാരനാണ് ആന്റപ്പൻ അമ്പിയാത്തെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുല്ലക്കര രത്നാകരൻ പറഞ്ഞു. എടത്തുവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ ബിന്ദു അധ്യക്ഷയായിരുന്നു. ആന്റപ്പൻ ഫൌണ്ടേഷന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതിഭ ഹരി നിർവഹിച്ചു. തപാൽ സ്റ്റാമ്പ് പ്രകാശനം ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോൻസി സോണി, തപാൽ വകുപ്പ് പബ്ലിക് റിലേഷൻ ഇൻസ്പെക്ടർ കെ എൻ ശിവദാസന് നൽകി നിർവഹിച്ചു. ചക്കുളത്തുകാവ് മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി, അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം, പ്രൊഫസർ എസ് ശോഭീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകളിൽ ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകളിലേക്ക്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗത്ത് നിറയുന്നത് ആശങ്കകളുടെ കാർമേഘം. വിദ്യാഭ്യാസ കലണ്ടർ പ്രകാരം സ്കൂൾ തുറക്കുന്നു എന്നതല്ലാതെ പൊതുവിദ്യാലയങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും സംരക്ഷണത്തിന് സർക്കാർ അലംഭാവം കാട്ടുകയാണ്. പാഠപുസ്തകം, സൌജന്യ യൂണിഫോം, ഉച്ചഭക്ഷണം എന്നിവയുടെ കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല. കഴിഞ്ഞ അധ്യയന വർഷത്തിലെ സൌജന്യ യൂണിഫോം പോലും ഇതേവരെ വിതരണം ചെയ്തിട്ടില്ല. ഈ വർഷം സർക്കാർ ഫണ്ടും നൽകിയിട്ടില്ല. പാലും മുട്ടയുമടക്കം പോഷകാഹാരം കുട്ടികൾക്ക് നൽകിയിരുന്ന ഉച്ചഭക്ഷണ പദ്ധതി ഓർമ്മയായി. ഇപ്പോൾ അരിയും 5 രൂപയുമാണ് ഒരു കുട്ടിക്ക് അനുവദിക്കുന്നത്. വിലക്കയറ്റം രൂക്ഷമായതോടെ കറികളും പേരിലൊതുങ്ങി. PTA ശക്തമായി നിലനിൽക്കുന്ന സ്കൂളുകളിൽ മാത്രമേ ശരാശരി ഒരു കറിയെങ്കിലും കുട്ടികൾക്ക് ലഭിക്കുന്നുള്ളൂ. ഉച്ചഭക്ഷണത്തിനുള്ള തുക വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചതല്ലാതെ പിന്നീട് യാതൊരു അനക്കവും ഉണ്ടായില്ല. കുട്ടനാട് പാക്കേജിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനിശ്ചിതമായി നീളുമ്പോഴും കരാറുകാർ ഏറ്റെടുത്ത് പൂർത്തിയാക്കിയ പ്രവൃത്തികൾക്കുള്ള പണം പോലും നൽകുന്നില്ല. ഈ ഇനത്തിൽ സർക്കാർ കരാറുകാർക്ക് നൽകാനുള്ളത് കോടികളാണ്. ബില്ല് സമർപ്പിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും കരാറുകാർക്ക് നൽകാൻ സർക്കാർ ട്രഷറിയിൽ പണമില്ല. പാക്കേജിലെ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ ഇതിനകം അനുവദിച്ച തുകയും വകമാറ്റി. ഇതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആക്ഷേപം. മാസങ്ങളായി ബിൽ കുടിശ്ശിക തുടരുന്നതിനാൽ പാക്കേജിൽ ഉൾപ്പെട്ട അവശേഷിക്കുന്ന പ്രവൃത്തികളും മുടങ്ങുന്ന സ്ഥിതിയാണ്. പാക്കേജിലെ 2ാം ഘട്ട പദ്ധതിയിൽപ്പെടുത്തി നടപ്പാക്കുന്ന ഡി വടക്കേ 6000, ഡി തെക്കേ 6000, HEI ബ്ലോക്കിലെ പാടശേഖരങ്ങളിലെ പുറംബണ്ട് നിർമ്മാണ പ്രവൃത്തികളുടെ ബില്ലാണ് കുടിശ്ശികയായിരിക്കുന്നത്. ഈ പ്രവൃത്തികൾക്ക് മാത്രം 20 കോടിയോളം രൂപയാണ് കുടിശ്ശിക. കഴിഞ്ഞ ജനുവരിയിൽ ബില്ല് നൽകിയിട്ടും ഇതുവരെ പണം നൽകിയിട്ടില്ല. 72.18 കോടിയുടേതാണ് പദ്ധതി. ഇതിൽ 70.32 കോടി ചിലവഴിച്ചു കഴിഞ്ഞതായാണ് പാക്കേജിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പറയുന്നത്. എന്നാൽ ഇതുവരെ തുക കരാറുകാർക്ക് ലഭിച്ചിട്ടുമില്ല.
ഇടുങ്ങിയ റോഡാണെങ്കിലും തലങ്ങും വിലങ്ങുമായി നിരവധി വാഹനങ്ങളാണ് ചമ്പക്കുളം എടത്തുവ റോഡിലൂടെ ചീറിപ്പായുന്നത്. റോഡിന്റെ വളവുകളിലും ഇടുങ്ങിയ ഭാഗങ്ങളിലും വാഹനങ്ങൾക്ക് പരസ്പരം കടന്നുപോകാനാകാതെ ഗതിമുട്ടി നിൽക്കുന്നത് ഇവിടെ പതിവ് കാഴ്ചയാണ്. എടത്തുവ ചമ്പക്കുളം റോഡിന്റെ വീതി കൂട്ടണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. റോഡിന് വീതി കുറവായതിനാൽ അപകടമുണ്ടാവുന്നത് പതിവായിരിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. എടത്തുവ ചമ്പക്കുളം റോഡിലൂടെ 6 KSRTC ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. ബസ് റോഡിലൂടെ വരുമ്പോൾ മറ്റൊരു വാഹനത്തിനും കടന്നുപോകുവാൻ സാധിക്കാറില്ല. റോഡ് പണി നടക്കുമ്പോൾ തന്നെ വീതി കൂട്ടി നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അധികൃതർ ഇത് ചെവിക്കൊണ്ടില്ല. എടത്തുവ ചമ്പക്കുളം റോഡിൽ നിരവധി വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ചമ്പക്കുളം എടത്തുവ റോഡില് ഏതാണ്ട് കഴിഞ്ഞ ഫെബ്രുവരി മാസം ബസ് സർവീസ് തുടങ്ങിയതാണ്. ഏതാണ്ട് 6 ട്രിപ്പാണ് പക്ഷെ ഇന്ന് ഒരു ബസ് വന്നാൽ ചെറിയ ഒരു ബൈക്ക് പോലും വന്നാൽ പോലും ബസ്സിന് പോകാനുള്ള സൗകര്യമില്ല. 2-3-4 പ്രാവശ്യമായിട്ട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബസ് ഈ എടത്തുവ ചമ്പക്കുളം റോഡ് എടത്തുവ കോഴിമുക്ക് ചമ്പക്കുളം റോഡ് KC റോഡെന്ന് പറഞ്ഞ കോഴിമുക്ക് ചമ്പക്കുളം റോഡിന്റെ വീതി കൂട്ടേണ്ടതായിട്ടും അത്യാവശ്യമാണ്. ഏതാണ്ട് ഈ 6 സർവീസിൽ ഇന്ന് 6000 രൂപ 8000 രൂപ അടുത്തുള്ള കളക്ഷനുള്ള റൂട്ടാണിത്. ഒത്തിരി ആൾക്കാർ ഈ എടത്തുവ ചമ്പക്കുളം റൂട്ടിൽ വസിക്കുകയും അവർക്ക് യാത്ര ചെയ്യാനുള്ള ബാക്കി ഈ ബസ് സൗകര്യമല്ലാതെ വേറെ സംവിധാനങ്ങളില്ല. പക്ഷേ ഒരു ബസ് സർവീസ് വന്നു കഴിഞ്ഞാൽ, ഒരു ബസ് ഓടി വന്നു കഴിഞ്ഞാൽ മറ്റൊരു ചെറിയ വണ്ടിക്ക് പോലും ഇന്ന് സൈഡ് കൊടുത്തുകൊണ്ട് പോകാനുള്ള സൗകര്യം ഇന്ന് ഈ റോഡിനില്ല. ഇത് വർഷങ്ങളായിട്ട് ഏതാണ്ട് 20 വർഷമായിട്ട് ഈ റോഡിന്റെ പണി നടത്തുകയും കഴിഞ്ഞ ഫെബ്രുവരി മാസം 2013 ഫെബ്രുവരിയിലാണ് ഇവിടെ 2014 ഫെബ്രുവരിയിലാണ് ഇവിടെ റൂട്ട് സർവീസ് അനുവദിച്ചത്. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് ഈ റോഡിന്റെ വീതി കൂട്ടാനും ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുള്ള നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് ഇപ്പം പറയാനുള്ളത്. എടത്തുവ, തായങ്കരി, ചമ്പക്കുളം തുടങ്ങിയ പ്രദേശങ്ങളിലെ 100 കണക്ക് ജനങ്ങൾക്ക് ആലപ്പുഴയ്ക്കും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിപ്പെടുവാനുള്ള ഏക മാർഗമാണ് ആലപ്പുഴയ്ക്കുള്ള ബസ് സർവീസ്. ഇതുവഴി എടത്തുവയിൽ നിന്നും ബസ് സർവീസ് ആരംഭിക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. മുട്ടാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ അഗതി ആശ്രയ കുടുംബങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും സംഘകൃഷി ഗ്രൂപ്പുകൾക്കുള്ള ചെക്ക് വിതരണവും നടന്നു. മുട്ടാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റജിമോൾ പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. ആളുകൾ നന്നായിട്ട് തന്നെ പാട്ടകൃഷി എന്ന് പറയാൻ പാടില്ല, സംഘകൃഷി എന്നാണ് പേരിട്ട് വിളിച്ചിരിക്കുന്നത്. പാട്ടകൃഷി ചെയ്യുന്നത് കൊണ്ട് ഇത്രയും തുക നമ്മുടെ ഈ പാവപ്പെട്ട വീടുകളിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ചെയ്തതിന്റെ ഫലമായിട്ട് ഈ 4,59,000 രൂപ നമ്മുടെ പഞ്ചായത്തിൽ അനുവദിച്ചിരിക്കുകയാണ്. അതിലിപ്പം വന്നിരിക്കുന്ന ചെക്ക് 3 ലക്ഷം രൂപയുടെ ചെക്കാണ്. 3,02,000 രൂപ. 3,02,000 രൂപയുടെ ചെക്ക് ഇന്ന് ഇവിടെ വിതരണം നടത്തപ്പെടും. ബാക്കിയുള്ള തുക ഉടനെ അതിന്റെ പേപ്പർ വർക്കുകൾ കുറച്ചുകൂടെ പൂർത്തിയാകാനുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള തുകകളോട് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. ഇത്രയും ഒരു തുക നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി അധികാരം ഏറ്റപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു പദ്ധതിയാണ് ഈ കൃഷിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട്, കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് പകർത്താനായിട്ട് നമ്മുടെ പഞ്ചായത്തിലുള്ള തരിശ് നിലങ്ങളൊക്കെയും തൊഴിലുറപ്പ് പദ്ധതിയിലൊക്കെ വെച്ച് വളരെ നന്നായിട്ട് കൃഷി എടുക്കത്തക്ക രീതിയിൽ നല്ല പ്രൊഡക്ഷൻ ഉണ്ടാക്കത്തക്ക രീതിയിൽ നമ്മൾ കൃഷിയോഗ്യമാക്കി കൊടുത്തു വിട്ടിട്ടാണ്. CDS ചെയർപേഴ്സൺ സതി വേണുഗോപാൽ അധ്യക്ഷയായിരുന്നു. മുട്ടാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുകുമാരൻ പനേശ്ശേരി, വിനോദിനി കുഞ്ഞുമോൻ, മേരിയമ്മ ബാബു, ലളിതമ്മ തങ്കച്ചൻ, കെ ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു. തലവടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്രവേശനോത്സവം നടന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി നവാഗതരെ സ്കൂളിലേക്ക് ആനയിച്ചു. തുടർന്ന് എടത്തുവ SIയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ സുഭദ്ര അന്തർജനം, PTA പ്രസിഡന്റ് TN രാജുകുട്ടി, ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. രണ്ടാമത്, ഈ സ്കൂളിലെ കുട്ടികൾ റോഡിലൂടെ വരുമ്പോൾ അപകടങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു ഭാഗമാണ് സൈക്കിളിൽ വരുന്നത്. പെട്ടയ്ക്ക് ഇപ്പം 5ാം ക്ലാസ്സിലൊക്കെ പുതിയ സൈക്കിളൊക്കെ മേടിച്ച് 8ാം ക്ലാസ്സിലാണ് പുതിയ സൈക്കിളിലൊക്കെ വരും. ഇന്ന് സൈഡുകളിലൂടെ തന്നെ വാഹനം ഒറ്റയ്ക്കായിട്ട് പുറകായിട്ട് വരിക, പെട്ടയ്ക്ക് പിടിച്ച്
വരരുത്, അത് ചേർന്ന് വരരുത്. കൂടുതൽ സമയം വരണം, പോകണം. മനസ്സിലായോ? അതേപോലെ തന്നെ കൊച്ചുകുട്ടികളാണ് നിങ്ങളെ വിട്ടിട്ട് ആരെങ്കിലും ഈ അടുത്ത കടകളിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ മയക്കുമരുന്ന്, നമ്മുടെ പാൻ മസാല പോലുള്ള കാര്യങ്ങളുണ്ട്, കൊച്ചുകുട്ടികളെ കൊണ്ട് സിഗരറ്റ് മേടിപ്പിക്കുകയൊക്കെ ചെയ്യും. നിങ്ങൾക്കറിയത്തില്ല. ഈ കടക്കാർ അവർക്ക് പൈസ കിട്ടിയാൽ മതി, അവർ കച്ചവടം നടന്നാൽ മതി, അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഒരുത്തരും അതിന് വേണ്ടിയിട്ട് മുതൽ അങ്ങനെ ഒരാൾ നിങ്ങളുടെ അടുക്കൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിവരം രഹസ്യമായിട്ട് നിങ്ങളുടെ HMന്റെ അടുക്കൽ പറയണം, അല്ല നിങ്ങളുടെ ക്ലാസ്സിൽ. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ചൊവ്വാഴ്ച രാവിലെ ആലപ്പുഴയിലെത്തിയ ചെന്നൈ ആലപ്പി എക്സ്പ്രസിൽ നിന്ന് RPF നടത്തിയ പരിശോധനയിലാണ് ഇവ കണ്ടെത്തിയത്. 407 കിലോയോളം വരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ ട്രെയിനിന്റെ മുൻവശത്തുള്ള പാഴ്സൽ ബോഗിയിൽ നടത്തിയ തിരച്ചിലിലാണ് 11 ചാക്കുകളിലായി നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. 5 ലക്ഷത്തോളം രൂപ പ്രിന്റഡ് വിലയുള്ള ഇവയ്ക്ക് രഹസ്യ വിൽപ്പനയിൽ 25 ലക്ഷത്തോളം വില വരും. RPF CI സാബു ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവ പിടികൂടിയത്. ഇന്ന് ചെന്നൈയിൽ നിന്നും ആലപ്പുഴയ്ക്ക് വന്ന 16041 എന്ന ചെന്നൈ ആലപ്പി എക്സ്പ്രസിന്റെ ഫ്രണ്ട് പാർസൽ വാൻ ചെക്ക് ചെയ്തപ്പോൾ സംശയകരമായ രീതിയിൽ അതിൽ നിറയെ പാർസലുണ്ടായിരുന്നു. മീന് ബാക്കി ചാക്കുകെട്ടുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ടായിരുന്നു. അതിൽ നല്ല സുഗന്ധം തോന്നിയതുകൊണ്ട് ഒരു ടുബാക്കോയുടെ രീതിയിലുള്ളൊരു മണം തോന്നിയതുകൊണ്ട് അതിനുണ്ടായിരുന്ന ഏതാനും കെട്ടുകൾ പരിശോധിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ഹൻസ് ഒരു 108 കിലോ, 2 ചാക്കിലായിട്ട് 108 കിലോ ഹൻസ്, 124 കിലോ ഹൻസ്, പിന്നെ ബാക്കി കൂൾ ലിപ്സ് എന്ന് പറയുന്ന ഫിൽട്ടർ ടുബാക്കോ അതിൻ്റെ ഒരു 27 കിലോ അടങ്ങിയ 4 പാക്കറ്റ്, അതുപോലെ തന്നെ മറ്റ് 35 കിലോ അടങ്ങിയ 5 പാക്കറ്റ്, അങ്ങനെ മൊത്തം 283 കിലോ ഫിൽട്ടർ ടുബാക്കോ, കൂൾ ലിപ്പ് എന്ന പേരിലുള്ള ഫിൽട്ടർ ടുബാക്കോയും പിന്നെ ഹൻസിന്റെ 124 കിലോയും എല്ലാം കൂടെ ചേർത്ത് 407 കിലോ അതിന്റെ ഫ്രണ്ട് പാർസൽ വാനിൽ തന്നെ നമ്മൾ പിടിച്ചെടുത്തു. പുതിയ അധ്യയന വർഷം ആരംഭിച്ചതോടുകൂടി ആലപ്പുഴയുടെ വിവിധ പ്രദേശങ്ങളിൽ നിരോധിത പാൻ മസാലകളുടെ വിൽപ്പന സജീവമായിരിക്കുന്നു. പാൻ മസാലകളുടെയും ലഹരി വസ്തുക്കളുടെയും വ്യാപനം തടയുവാൻ എക്സൈസിന് കഴിയുന്നില്ല. കൌമാരക്കാരായ കുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആലപ്പുഴ ജില്ലയിലെ പല പ്രദേശങ്ങളിലും നിരോധിത പാൻ മസാലകളുടെയും മയക്കുമരുന്നിന്റെയും വിൽപ്പന സജീവമായിരിക്കുകയാണ്. പ്രധാനമായും ഹാൻസ്, പാൻപരാഗ് തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളാണ് രഹസ്യമായി വിപണിയിലെത്തിച്ചിരിക്കുന്നത്. അതേസമയം കേരളത്തിൽ സമ്പൂർണ്ണ പുകയില നിരോധനമുണ്ടെങ്കിലും ഈ നിയമങ്ങളൊന്നും കച്ചവടക്കാർക്കും പുകയില മാഫിയ സംഘങ്ങൾക്കും ബാധകമല്ല. ഇത്തരം സംഘങ്ങൾക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കുവാൻ എക്സൈസ് അധികാരികൾക്ക് സാധിക്കുന്നില്ല എന്നത് വാസ്തവം. കുട്ടനാട്ടിലെ കാവാലം, വെളിയനാട്, രാമങ്കരി, എടത്തുവ, മുട്ടാർ, വിയ്യപുരം, കൈനഗരി തുടങ്ങി നിരവധി പ്രദേശങ്ങളിൽ പാൻ മസാല കച്ചവടം തകൃതിയായി നടക്കുകയാണ്. പെട്ടിക്കടകൾ മുതൽ ഹോട്ടലുകൾ തുടങ്ങി പലചരക്ക് കടകളിൽ വരെ യഥേഷ്ടം പാൻ മസാലകൾ സുലഭം. വിദ്യാർത്ഥികളിൽ മദ്യാസക്തി വളർത്തുന്നതിനായി വില കുറഞ്ഞ വീര്യം കൂടിയ അരിഷ്ടങ്ങൾ കുട്ടികളിൽ എത്തിച്ചുകൊടുക്കുവാൻ ശ്രമങ്ങൾ നടക്കുന്നതായും വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. കുട്ടനാട്ടിൽ കള്ളവാറ്റും ഊറ്റിക്കൊടുപ്പും മയക്കുമരുന്ന് പുകയില ഉൽപ്പന്നങ്ങളുടെ വ്യാപനവും തടയുവാൻ എക്സൈസ് അധികൃതരുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടാവുന്നില്ലെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. ആലപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന കൊട്ടേഷൻ ആക്രമണങ്ങൾക്ക് പിന്നിൽ കൌമാരക്കാരായ കുട്ടികൾ വരുന്നതിന്റെ പ്രധാന കാരണം മയക്കുമരുന്ന് മാഫിയയുടെ കൈകളിൽ പെടുന്നതാണ്. കുട്ടികളെ ലഹരി പദാർത്ഥങ്ങളിലേക്കും പുകവലിയിലേക്കും ആകർഷിക്കുന്ന തരത്തിലുള്ള പരസ്യ ബോർഡുകളും ടീഷർട്ടുകളും പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നത് സ്ഥിരം കാഴ്ചയാണ്. ഒരു ഭാഗത്ത് പുകയില ഉൽപ്പന്നങ്ങളെ സമൂഹത്തിൽ നിന്നും ഉപേക്ഷിക്കുവാൻ പ്രേരണ നൽകുമ്പോൾ മറുഭാഗത്ത് യുവാക്കളെ ഇത്തരം പ്രവണതകളിലേക്ക് ആകർഷിക്കുവാൻ വേണ്ട പ്രവർത്തനങ്ങളാണ് മദ്യമാഫിയകൾ നടത്തുന്നത്. പുതുതലമുറയെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരെ നിയമത്തിന്റെ പടവാൾ കൊണ്ട് നിയമപാലകർക്ക് തളയ്ക്കുവാൻ സാധിക്കാത്തത് നിരാശയുളവാക്കുന്നു. ന്യൂസ് ഡെസ്ക് KCV. ചരമവാർത്തകൾ. എടത്തുവ വലിയപറമ്പിൽ VM തോമസ് നിര്യാതനായി. 88 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച 2-ന് എടത്തുവ സെന്റ് ജോർജ് ഫൊറോന ദേവാലയ കുടുംബക്കല്ലറയിൽ. കാവാലം കുന്നുമ്മ വാക്കിശ്ശേരി സിസമ്മ 65 വയസ്സ് നിര്യാതയായി. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലകളിൽ നെൽവയൽ തണ്ണീർത്തട നിയമം ലംഘിച്ച് വയൽ നികത്തൽ വ്യാപകം. ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ റവന്യൂ. കാരണം കൈക്കൂലിയെന്ന് ആരോപണം. ഒരു പ്രത്യേക സമൂഹത്തെ സൃഷ്ടിക്കുക എന്നതാണ് സ്വകാര്യ സ്കൂളുകളുടെ അജണ്ട. അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് സമൂഹത്തിൽ ഉണ്ടാക്കുകയെന്ന് രാമങ്കരി LC സെക്രട്ടറി R. രാജേന്ദ്രകുമാർ.
വെളിയനാട് കൃഷ്ണപുരം പാലത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ശ്രമിച്ച് കെ.സി. ജോസഫ് സ്വയം അപഹാസ്യനായെന്ന് അക്ഷര ക്ലബ്ബ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.